മാന്യ സഹപ്രവർത്തകരും അഭിനന്ദരായ ആൾക്കാരും സദസ്സിലെ ഒരുപക്ഷെ അതിനെക്കാട്ട് വലിയ അഭിനന്ദനം അർഹിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരും, എനിക്ക് ഒത്തിരി പറയാനില്ല. കാരണം നിങ്ങളൊക്കെ തൃശ്ശൂർ പൂരം കണ്ടിട്ട് കാണും. അതിനകത്ത് ബന്ധുക്കളും ഒടയവരും സഹപ്രവർത്തകരും നഷ്ടപ്പെട്ടു പോയിരുന്ന ഒരു കൊച്ചുകുട്ടിയെ നിങ്ങൾ കണ്ട് മനസ്സിൽ ചിന്തിച്ചു നോക്കുക. ആരുടെ അടുത്തേക്ക് വിളിച്ചാൽ എൻ്റെ ബന്ധുക്കളെ, എൻ്റെ അച്ഛനെ, അമ്മയെ, എൻ്റെ കൂട്ടത്തിൽ ഒന്നൊരു കിട്ടുന്ന അറിഞ്ഞിട്ട് അലയുന്ന ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് ആദ്യം ഈ സിനിമയുടെ പ്രവർത്തനം കണ്ടപ്പോൾ തോന്നിയത്. കാരണം എപ്പോൾ നോക്കിയാലും നിലവിളിക്കുന്ന, അല്ലെ കരയുന്ന, അല്ലെ സങ്കടം പറയുന്ന ഒരു ഡയറക്ടറെയാണ് ഞാൻ ആദ്യം കണ്ടു പരിചയപ്പെട്ടത്. എൻ്റെ ഒരു കൂട്ടുകാരൻ ബിനോയ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഒരു ചെറിയ വേഷത്തിൽ ചെയ്യാൻ വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ വലിയ ആളൊന്നുമല്ല, അന്നേരം പറഞ്ഞാൽ അതൊന്നുമല്ല, ഇതിനകത്തൊന്ന് സഹകരിക്കണം. അങ്ങനെ ഞാനും ഇതിനകത്ത് വന്നുപെട്ടതാണ്. പക്ഷെ ഇന്ന് ആ അനാഥനെ പോലെ സ്വന്തക്കാരെ തേടിയിടന്ന് അലഞ്ഞിരുന്ന ആ കുട്ടിയെ ഇത്രയും വലിയ സാഹചര്യം മുന്നേ കൊണ്ടിട്ട് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞ് കൈപിടിച്ച് ആശ്വസിപ്പിച്ച് മാറോട് ചേർത്ത് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനുണ്ടായ ഒരു സ്വാശ്രയത്വം, അല്ലെങ്കിൽ നിങ്ങളെല്ലാം എൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ, എങ്കിൽ എനിക്ക് ഇനി ഇതിലും വലിയ സദസ്സിനകത്ത് അല്ലെ ഇതിലും വലിയ കൂട്ടത്തിൽ പോയാലും ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ള വിശ്വാസത്തിലേക്ക് എത്തിപ്പെട്ടാൻ സാധിച്ചത് നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സാണ്. ഇവിടെ ഉരുത്തിരിഞ്ഞു വന്നത് അദ്ദേഹത്തിന് പറയാനുള്ള ഒരു ആശയം ഉണ്ടായിരുന്നു. അതാണ് യുവാക്കൾ. ഈ യുവാക്കൾ എന്തിനു വേണ്ടി ഈ സമൂഹത്തിൽ സമർപ്പിക്കണം എന്നുള്ളതിൻ്റെ വീണ്ടും ഒരു വിശകലനം നടത്തുമ്പോൾ മനസ്സിലാകും. അഴിമതിക്കും അക്രമത്തിനും എതിരെ അനേകം പടകൾ, അല്ലെങ്കിൽ കൊള്ളയ്ക്കും ബലാത്സംഗത്തിനും അതുപോലെ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ അനേകം ചിത്രങ്ങൾ ഇവിടെ നിലവിലുണ്ട്. പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കാര്യം പറഞ്ഞാൽ മാത്രമേ സമൂഹത്തിന് ഇനി പ്രയോജനപ്പെടുത്തുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം തിരക്കഥ എഴുതി അതിൻ്റെ വേണ്ട അംഗങ്ങളെ ഒരിടത്തുനിന്നും വലിയ ആർട്ടിസ്റ്റുകളെ അദ്ദേഹം സെലക്ട് ചെയ്യുകയല്ല ചെയ്തത്. അദ്ദേഹം നടക്കുന്ന വഴിക്കും അദ്ദേഹത്തിന് കിട്ടുന്ന സമയത്തും ആരോരുത്തരും സംസാരിച്ചു കഴിയുമ്പോൾ മനസ്സിലായി, എൻ്റെ ഇന്ന റോൾ അഭിനയിക്കാൻ ഇന്ന ആൾ കൊള്ളാം എന്നുള്ളൊരു തിരിച്ചറിവ് ആ ആളിനെ കണ്ടെത്തി. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ആദാമിൻ്റെ ഭാര്യയിലൊക്കെ എഴുതിയ ജോൺ അബ്രഹാം എന്ന് പറഞ്ഞ ആള് നടന്നാണ് കഥകൾ കണ്ടെത്തിയത്, തിരക്കഥകൾ കണ്ടെത്തിയത്. ഓരോ സമൂഹത്തിലെ ഓരോ ഗ്രാമത്തിലെ വേദങ്ങളെ കണ്ടിട്ട് അത് തിരക്കഥയാക്കി മാറ്റപ്പെട്ടിരുന്നു. അത് മാറിയതിനു ശേഷം ഇന്ന് സംഗീതം ചെയ്തതിന് ശേഷം ലിറിക്സ് എഴുതുന്ന ഒരു സംവിധാനത്തിലേക്കും കഥകളെല്ലാം ഉണ്ടാക്കി ഒരുപക്ഷെ എനിക്കൊന്ന് ഡബിങ്ങുകൾ കഴിഞ്ഞിട്ടാണ് പിന്നെ വലിയ ഷൂട്ട് ചെയ്യുന്ന ഒരു അവസരത്തിലേക്ക് ഇന്ന് എത്തിയിരിക്കുന്നത്. കാരണം അത്രത്തോളം സിനിമ വളർന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, സിനിമ തളർന്നു. അതുകൊണ്ട് തന്നെ തിയേറ്ററിലിരുന്ന പല പടങ്ങളും 1-2 ദിവസങ്ങൾക്ക് ശേഷം അപ്രത്യക്ഷമായി പോകുന്നു. പക്ഷെ ഇവിടെ നമ്മൾക്കൊരു ഏറ്റെടുത്തൊരു വാശിയുണ്ട്. നമ്മളുടെ സിനിമ ഈ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന വിധത്തിൽ നമുക്ക് വെള്ളിത്തിരയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലൊരു ധൈര്യമായ ഒരു ഉദ്യമത്തിന് തയ്യാറാകാൻ നമ്മുടെ മനുമാഷിനെ പോലെയുള്ളവർക്കും റബിക് സാറിനെ പോലെയുള്ളവർക്കും വിനോദ് സാറിനെ പോലെയുള്ളവർക്കൊക്കെ പ്രചോദനകരമാകുകയും ഇതിനകത്ത് പ്രശംസ അർഹിക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട്, റീന മാഡം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വളരെ തിരക്കുകൾക്കിടയിലും ഈ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലേക്ക് എത്ര ദൂരം നിന്നും, കാരണം നെടുങ്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ ഇവിടെ എത്താറുള്ളത്, എങ്കിലും അവരുടെ ശക്തമായ ഇടപെടൽ പല മേഖലകളിലേക്ക് നമുക്ക് അനുകൂലമായി സംഭവിച്ചിട്ടുണ്ട്. തിരക്കുള്ള സ്ത്രീയാണ്, എനിക്കറിയാവുന്ന ആളാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മളെല്ലാവരും ഒത്തിരി തിരക്കുകളുള്ളവരാണ്. ഈ തിരക്കുകൾക്കിടയിൽ നമുക്ക് ഇതുപോലെ സംരംഭത്തിന് വേണ്ടി സഹകരിക്കാൻ സാധിച്ചതിന് നിങ്ങൾ എല്ലാവരോടും ഒത്തിരി കടപ്പെട്ട് വിധേയത്വത്തോടുകൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം പറഞ്ഞുകൊള്ളുന്നു.